Hi friends, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ ബർഫിയാണ്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളും തന്നെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ റവ ബർഫി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അത് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നല്ലപോലെ അങ്ങോട്ട് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഒക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പീനട്ടും അതുപോലെ ബദാമും കൂടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ച് ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇത് 2 തവണയായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പാല്. ഇനി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് ചേർത്തെങ്കിലും ഇതിനാ ഒരു ബർഫിയുടെ മധുരത്തിലേക്ക് വന്നിട്ടില്ല. മധുരം ഉണ്ട്, പക്ഷെ അത് കാരണോണ്ട് ഒരു 1/2 കപ്പും കൂടെ ചേർത്ത് കിട്ടും. അതായത് 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തന്നെ പഞ്ചസാര ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോഴാണ് ആ ഒരു ബർഫിയുടെ ഒരു മധുരത്തിലേക്ക് വരത്തുള്ളൂ. അതിനും നല്ല മധുരമാണല്ലോ. ഈ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിനൊക്കെ നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് കാണിച്ചു തരാം കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഡൽഹിക്ക് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ച കുറച്ച് സ്വീറ്റ്സ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ശരിക്കും ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒരു ട്രേയിലിട്ട് മാറ്റാം. ഇത് ട്രേ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് ഇടാൻ പറ്റും. ഞാനിതിനകത്തൊരു ബട്ടർ പേപ്പർ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രേയിൽ ഓയിൽ പരട്ടിയിട്ട് അതിനകത്തേക്ക് വെച്ചാലും മതി. അപ്പോൾ ആദ്യം ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നെയ്യ് മുകളിലൊന്ന് തൂവിയിട്ട് ശരിക്കും ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അതായത് ഇപ്പം ശരിക്കും ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അത് ആയിക്കോളൂ കേട്ടോ. ഇങ്ങനെ പറ്റണില്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ സൈഡിലായിട്ട് കുറച്ച് നെയ്യ് പറ്റിയിട്ട് ഇങ്ങനെ തന്നെ ലെവൽ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആയിട്ടുണ്ട്, അതാണ് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഭംഗി കൂട്ടുകയും ചെയ്യും, അതുകൂടാണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനുവേണ്ടി മാത്രം ചെയ്ത് കൊടുക്കണതാണ്. ഇങ്ങനെ കുറച്ച് നെയ്യ് വെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തേച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു ലെവലും കിട്ടും, നല്ലൊരു ഗ്ലേസിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലിട്ട് കുറച്ചൊരു എഡിബിൾ സിൽവർ ലീവ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ചൂടനെ തന്നെ ഉള്ളപ്പോൾ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അത് ശരിക്കും പിടിക്കുള്ളൂ. ഈ ഒരു മറ്റേ ഒരു പേപ്പർ ഇട്ട് താഴെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് വേണം പിടിക്കാനായിട്ട്. അല്ലാണ്ട് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ അപ്പടി പറ്റി പിടിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റ് ആവണവരെ വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എൻ്റെ കയ്യിൽ കുറച്ച് പറ്റിയുണ്ടോ ഈ സിൽവർ ലീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയത്. അപ്പോൾ അതായത് ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
ഇതപ്പോൾ അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ പെട്ടെന്ന് വണ്ണം വയ്ക്കുമായിരിക്കും കേട്ടോ. കാരണം എല്ലാം നല്ല മധുരം ഉള്ളതും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ബർഫി എന്ന് പറയുമ്പോൾ തന്നെ നല്ല റിച്ച് ആണല്ലോ. അപ്പോൾ വണ്ണം ഒക്കെ കുറയ്ക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർ ഇത് അധികം ഒന്നും കഴിക്കാൻ നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇതാണ് കേട്ടോ അത്. ഇത് ഡൽഹിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. പക്ഷേ ഈ സ്വീറ്റ്സ് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുമെങ്കിലും ഇത് ഒരുപാടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല മധുരമാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ മടുത്തു പോകും. പക്ഷേ ഇതിനകത്ത് നല്ല എന്താ പറയുക, എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ അതേത് കണ്ടില്ലേ റോസാപ്പൂവോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ സെമോലിന ബർഫി ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.